കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല. കുട്ടികളിൽ കാണുന്ന വാശി, ഉറക്കക്കുറവ്, വൈകല്യങ്ങൾ, ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത്. ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ. കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയാട്രീഷ്യന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ ഓർത്തോ, സ്കിൻ, ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി, ENT, ഗൈനക്കോളജി, ന്യൂറോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും. ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ, അഫിലിയേറ്റ് PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ബസ് സ്റ്റാൻഡിന് സമീപം, മെയിൻ റോഡ്, ചേലക്കര. ഫോൺ 8714852375 9747252375. ചേലക്കര വെങ്ങാനല്ലൂർ ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്ററിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. UR പ്രദീപ് MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആൽഫ പാലിയേറ്റീവ് കെയറിലെ ഓണാഘോഷം ഏകദേശം 14 വർഷമായി ഈ കുടുംബത്തിൽ അംഗങ്ങൾ കൂടുക എന്നല്ലാതെ കുറയുന്നില്ല. കാരണം അത്രയധികം ഒരു ആത്മബന്ധം ഇവിടെ വരുന്ന അസുഖമായിട്ടും ഒറ്റപ്പെട്ടു വരുന്നവർക്കെല്ലാം ഒരു കുടുംബത്തിൽ കയറി വരുന്ന ഒരു അവസ്ഥ ഉള്ളത് കൊണ്ടാണ് ഈ സ്ഥാപനം ഇങ്ങനെ ആളുകളെ എണ്ണം കൂടുന്നത്. എത്ര വന്നാലും ഞങ്ങളത് ചേർത്ത് പിടിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം ഗോപിയേട്ടനെ കാണാൻ വന്നപ്പോൾ പറഞ്ഞൊരു വാക്ക് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മ ഉണ്ട്. ഇവിടെ എത്ര വന്നോട്ടെ ഞാൻ ചേർത്ത് പിടിക്കും, ഞങ്ങൾക്കിത് ആ ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല എന്നാണ് പറഞ്ഞു. ഞാനിപ്പോൾ അത് മൈക്ക് കിട്ടിയപ്പോൾ പറഞ്ഞില്ല, ഞാൻ നേരത്തെ MLA ഉള്ളപ്പോൾ ഈ സ്ഥാപനത്തിൽ വരാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. ഇടയ്ക്ക് വിളിക്കുമ്പോഴെല്ലാം ഞാൻ ഓടി വരാറുണ്ട്. ഇവിടുത്തെ ഒരു ഇടപെടലും പ്രവർത്തനവും എല്ലാം ആ അർത്ഥത്തിലാണ് പോകുന്നത്. എന്തായാലും ഇനിയും ദീർഘകാലം ഇതുപോലെ ധാരാളം പേര് ഇങ്ങനെ ഇന്ന് പച്ചയിലെ പോലെ ഞാൻ നിൽക്കുന്നു, നാളെ പഴുത്താൽ എനിക്കിവിടെ ഒരു ഇടം തരണം എന്നാണ് ഒരു അഭ്യർത്ഥന. അപ്പോൾ ഇത് എല്ലാവർക്കും ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാം. അപ്പോൾ അത് ഞാനിപ്പോൾ നമ്മുടെ വിൽസേട്ടനെ കണ്ടപ്പോൾ എനിക്ക് ഒരു ഇത് തോന്നി. എത്ര ഇതുള്ള ഒരു ഓഫീസറായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ എനിക്ക് വൈകിയത് കൊണ്ടാണ് അപ്പോൾ സംസാരിക്കാൻ പറ്റാത്തത്. എന്തായാലും കണ്ടപ്പോൾ എനിക്ക് വലിയ ഇത് തോന്നി. എല്ലാവർക്കും സംഭവിക്കും ഇതിങ്ങനെ. ഈ രംഗത്ത് നമുക്കൊരു തലോടലും ആശ്വാസവും എല്ലാം ഉണ്ടെങ്കിൽ നമുക്കൊരു ആത്മധൈര്യം വരും. അപ്പോൾ നമ്മുടെ പലേറ്റീവ് രംഗം 10-30 വർഷമായി തുടക്കം കുറിച്ച് ഇന്ത്യക്കകത്ത്. അങ്ങനെ 30 വർഷമായാലും ലോക ആരോഗ്യ സംഘടന ഇങ്ങനെ തുടങ്ങാൻ ഒരു അനുവാദം തന്നത് തന്നെ ഇത്തരം വെല്ലുവിളികൾ നേരിടുന്ന, മാനസികമായിട്ടും ശാരീരികമായും വെല്ലുവിളി നേരിടുന്ന ആളുകൾക്ക് ഒരു ആശ്വാസം കൊടുക്കുന്ന ഒരു കേന്ദ്രം, അവരുടെ അസുഖവുമായി ബന്ധപ്പെട്ട് ഒരു തലോടലും കൂടെ ഉണ്ടാവണമേ എന്നുകൊണ്ടാണ് ഇത്തരം കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. ഏതായാലും ഇത്തരം പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ കഴിയട്ടെ. ഇവിടെ ഓണാഘോഷം നമ്മുടെ കേരളം പല സംസ്ഥാനങ്ങൾക്കും മാതൃകയാണ്. ഓണാഘോഷം ഒരു ദേശീയ ഉത്സവമായാലും ഓണത്തിന് മുമ്പേയും ഓണത്തിന് ശേഷം ഇന്നും ഇതുമായി ബന്ധപ്പെട്ട് വിവിധ തര ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാവരെയും ഒരേപോലെ ചേർത്ത് പിടിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം എന്ന് പറഞ്ഞത്. ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്റർ പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ രാജ്യത്തെ പണ്ട് എത്രയോ കാലങ്ങൾക്ക് മുമ്പ്, എത്രയോ 10,000 വർഷങ്ങൾക്ക് മുമ്പ് പ്രജകളെല്ലാം ഒന്നുപോലെ കണ്ടിരുന്ന, പ്രജകളെല്ലാം സ്നേഹിച്ചിരുന്ന, നീതിമാനായ, കളങ്കമില്ലാത്ത, കളവില്ലാത്ത, അഴിമതിയില്ലാത്ത, സത്യസന്ധനായ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരായിരുന്നു മഹാബലി. അതുകൊണ്ട് തന്നെ ഈ വർഷം അതൊന്നും തൊട്ടു നേടിയിട്ടില്ലാത്ത, രാഷ്ട്രീയം സ്വന്തം ഉപജീവനമായി കൊണ്ടു നടക്കുന്ന, രാജ്യത്തിന്റെ ശിലയായ, നെടും ശിലയായ നമ്മുടെ ഭരണഘടനയിൽ ഉള്ള വിശ്വാസം ജനാധിപത്യത്തിൽ നഷ്ടപ്പെടുമ്പോഴും, ജനാധിപത്യത്തിലുള്ള വിശ്വാസം രാഷ്ട്രീയക്കാർക്ക് നഷ്ടപ്പെടുമ്പോഴും, രാഷ്ട്രീയക്കാരുള്ള വിശ്വാസം ജനങ്ങൾക്കും നഷ്ടപ്പെടുമ്പോഴും ഈ ഓണം വളരെ മഹാബലിയെക്കുറിച്ച് ഓർമ്മിക്കുന്നത് വളരെ പ്രസക്തമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ആൽഫ പാലിയേറ്റീവിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മളാരും പ്രതീക്ഷിക്കാതെ, അവിടെ ആരും രോഗികളില്ല, നമ്മളെല്ലാവരും ഒരേപോലെയാണ്, ഒരു കുടുംബമാണ്. കുറച്ചു കാലം ഇതിനെ നിയന്ത്രിക്കാൻ നിക്ഷിപ്തമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത തന്നെ ഒരു അധ്യക്ഷൻ എന്ന നിലയിലാണ് ഞാൻ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഓരോ കുടുംബാംഗങ്ങളും അവരുടെ മുഖത്ത് വീഴുന്ന ശരി അവരാഗ്രഹിക്കാതെ, അവരെ തേടിയെത്താതെ, ഒരൊട്ടും പ്രതീക്ഷിക്കാതെ ക്ഷണിക്കാതെ വരുന്ന ചില മഹാരോഗങ്ങളും ദുരന്തങ്ങളും അവർ ഈ നിലയിൽ എത്തിച്ചുവെങ്കിലും അവരെ കൈപിടിച്ചുയർത്താൻ, അവർക്ക് സാന്ത്വനമരുടാൻ, അവർക്ക് സ്നേഹമരുടാൻ,
അവരുടെ കൂടെ പങ്കെടുക്കുവാൻ, അവരുടെ കുടുംബത്തിലൊരു അംഗമാവാൻ ഓരോ പൗരനും കടപ്പാടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 14 കൊല്ലമായി അല്ലെങ്കിൽ 13 വർഷമായി ഈ ആൽഫ പാലിയേറ്റീവ് ഏറ്റവും നല്ല രീതിയിൽ ഈ മണ്ഡലത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതു സേവന സംഘടനയായി മാറിയിരിക്കുന്നത്. ഏകദേശം 28ഓളം ലിങ്ക് സെന്ററുള്ള ആൽഫയുടെ ചേലക്കര ലിങ്ക് സെന്റർ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ലിങ്ക് സെന്ററാണ്. ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ പാലിയേറ്റീവ് ഡോക്ടർ VR ഉണ്ണികൃഷ്ണൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. വളരെയധികം സന്തോഷമുള്ള ഒരു സുദിനമാണ് ആൽഫയുടെ ഈ ഒരു ദിനം. നമ്മളിവിടെ ഒരു ഓണാഘോഷമായിട്ട് എല്ലാവരും കൂടി ഒത്തുചേർന്നുകൊണ്ട് നമ്മളിവിടെ ആഘോഷിക്കപ്പെടുന്നത്. നേരത്തെ പ്രാസംഗിക സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാവരും കൂടി ഒരു മനസ്സോടുകൂടി ഒത്തൊരുമയോടുകൂടി ഉയർന്നവനും താഴ്ന്നവനും ഇല്ലാതെ ഒരു കുടക്കീഴിൽ നിന്നുകൊണ്ട് സ്നേഹത്തിന്റെയും സഹോദരത്തിന്റെയും വിളംബരം നൽകുന്ന ഈ ഒരു സുദിനമാണ്. ഒരുപക്ഷെ ആൽഫ പാലിയേറ്റീവ് നമ്മുടെ ഈ തരത്തിലുള്ള പാലിയേറ്റീവ് പ്രസ്ഥാനങ്ങൾ തന്നെ ഇതിനു വേണ്ടിയാണ്. മറ്റുള്ളവരുടെ കണ്ണീരൊപ്പം മറ്റുള്ളവരുടെ വിഷമങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ട ഒരു സാന്ത്വന സ്പർശം കൊടുക്കുന്ന ഒരു സന്ദേശമാണ് നമ്മൾ എല്ലാ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓണത്തിന്റെ സന്ദേശം എന്ത്? ഓണം എന്നുള്ളതും പരസ്പരം സ്നേഹവും സഹോദര്യവും സൗഹാർദ്ദവും പങ്കെടുക്കുകയും എല്ലാവരും ഒന്നിച്ച് കാണുന്ന ഒരു വീക്ഷണമാണ്. മാവേലി എന്ന് പറയുന്ന വലിയൊരു രാജാവ് നമുക്ക് കാണിച്ചു തന്ന ഈ ഒരു മാതൃക പുതു തലമുറയ്ക്ക് കൂടി കൈമാറുന്നതിന്റെ ഒരു പ്രതീകം കൂടിയാണ് എല്ലാ വർഷവും നമ്മൾ ഓണം ആഘോഷിച്ച് വരുന്നത് എന്ന് നമുക്കറിയാം. ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്റർ സെക്രട്ടറി ഗോപിനാഥൻ നായർ, ട്രഷറർ ഷിജി ജോയ്, വാർഡ് മെമ്പർ ഗീത ഉണ്ണികൃഷ്ണൻ, പാലിയേറ്റീവ് ഡോക്ടർ നീതു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നമുക്കറിയാം, എല്ലാവരും ഇവിടെ ഒരു കുടുംബത്തിൽ ചേരാൻ ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോയപ്പോഴാണ് നമ്മൾ ഈ കുടുംബത്തിൽ ചേർന്നത്. പക്ഷെ ആ രോഗാവസ്ഥയിലാണെങ്കിലും ഇങ്ങനെ ഒരു നിമിഷം വന്നപ്പോൾ സന്തോഷത്തോടും ഒത്തൊരുമിക്കാനുള്ള സമയം കണ്ടെത്താൻ കഴിഞ്ഞ എൻ്റെ കൂട്ടുകാർക്കും നന്ദി പറയുകയാണ്, ഇങ്ങോട്ട് വരാൻ പറ്റിയതിന്. പിന്നെ ഓണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് തന്നെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും പ്രത്യാശയും ഒത്തൊരുമയും ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്. അങ്ങനെ ഇനിയും മുമ്പോട്ട് ഒരു നല്ല ആരോഗ്യവും മനഃശാന്തിയുമുള്ള ഒരു വർഷമായിട്ട് പോകാൻ ഞാൻ ആശംസയോട് നിർത്തുന്നു. ഇന്നത്തെ ഈ ഓണാഘോഷത്തിന് പാലിയേറ്റീവ് സെന്ററിന്റെ പേരിലും ലയൺസ് ക്ലബിന്റെ പേരിലും ഓണാശംസകൾ നേരുന്നു. ലയൺസ് ക്ലബും ഞങ്ങൾ തുടങ്ങിയ മുതൽ തന്നെ ലയൺസ് ക്ലബും ഏകദേശം പാലിയേറ്റീവും ഒരേ സമയത്താണ് ചേലക്കര സ്റ്റാർട്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏകദേശം ഒരു ഇരട്ട സഹോദരങ്ങളെ പോലെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. എന്തൊരു കാര്യം നമ്മൾ ഒരു പേഷ്യൻറ്റിനോ അല്ലെങ്കിൽ രോഗികൾക്ക് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു പദ്ധതി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ലയൺസ് ക്ലബിന്റെ ഡയറക്ടർ ബോർഡ് എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്യുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് പാലിയേറ്റീവ് സെന്റർ ആൽഫ പാലിയേറ്റീവ് ആണ്. നമ്മൾ ചെയ്യുന്നത് അതുപോലെയാണ്. എന്ത് പ്രോഗ്രാം ചെയ്യുമ്പോഴും ഉപകാരപ്രദമായ കാര്യങ്ങൾ ആദ്യം പാലിയേറ്റീവിനെ കഴിച്ചാണ് നമ്മൾ വേറെ ആക്കുന്നത്. അതാണ് പാലിയേറ്റീവും ഈ ലയൺസ് ക്ലബും തമ്മിലുള്ള ബന്ധം. ആ ബന്ധം ഇനിയുള്ള കാലങ്ങളിലും ഇതിലും സുദൃഢമായി നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എല്ലാ ഓണാഘോഷത്തിനും എല്ലാവർക്കും ലയൺസ് ക്ലബിന്റെ പേരിലും ആൽഫ പാലിയേറ്റീവിന്റെ പേരിലും ആശംസകൾ നേരുന്നു. ഓണം ആശംസകൾ എല്ലാവർക്കും നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. നിങ്ങൾ മനസ്സിലായില്ല, ധനകാര്യമന്ത്രി എന്നുള്ളൊരു വലിയ പട്ടം ചേർത്തി തന്നിട്ടുണ്ട്. ഇതിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളുടെ ഭൂമി നിലനിൽക്കുന്നത് സൂര്യൻ എന്ന ഒരു മഹത് ശക്തി ഉള്ളത് കൊണ്ട് മാത്രമാണ്. ആ ശക്തിക്ക് ചുറ്റും ചുറ്റിക്കറങ്ങുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു ഗ്രഹങ്ങളിൽ ഒരു പൊടി ഗ്രഹമാണ് ഞാൻ. ഈ സൂര്യൻ എന്ന് പറയുന്ന ഈ ഗോപിയേട്ടൻ്റെ ചുറ്റും കറങ്ങാൻ നമ്മളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സൂര്യനെ കിട്ടിയത് നമ്മുടെ ഒരു ഭാഗ്യം. ഇതിൻ്റെ ചുറ്റും കറങ്ങാനായിട്ട് കുറച്ച് പേർക്ക് സാഹചര്യം കിട്ടി, അതൊരു വലിയ ഭാഗ്യം. ഇതിനൊക്കെ സർവേശ്വരനോട് നന്ദി പറയുന്നു, ഈ ഒരു അവസ്ഥയിൽ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ.
ഓണാഘോഷത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും ഓണക്കളികളും ഓണസദ്യയും നടന്നു. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി
മനസാകിലാവ് മലയാള ചുണ്ടി മലരോട് പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവായി കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായാൽ ചൊല്ല് തിരുവാതിരാവ് മനസാകിലാവ് മലയാള ചുണ്ടി മലരോട് പാട്ട് തിരുവാതിരാവ് മനസാകിലാവ് മലയാള ചുണ്ടി മലരോട് പാട്ട്.
ചർച്ചയിൽ നല്ല പരസ്യം പറയുന്നു മക്കൾ മരുമക്കൾ വാശിയോടെ. കൊച്ചിയിലുണ്ട് വൃദ്ധസദനം, ഇപ്പോ കോഴിക്കോടുണ്ട് സ്നേഹസദനം. കാര്യമെനിക്ക് മനസ്സിലായി, എൻ്റെ വീടിനും ഇന്നവർ നോട്ടമിട്ടു. ജീവന്റെ ജീവനാം എൻ്റെ മക്കൾ, എന്നെ എങ്ങോ കളയാൻ വെമ്പുന്ന മക്കൾ. തളർച്ചയോടിരുന്നു ഞാൻ ചാരി കിടക്കവേ, ചാരോ കസേരയ്ക്കും മുറുമുറുപ്പ്. അറിയാതെയോർത്തു ഞാൻ പുറകിൽ ഉപേക്ഷിച്ച യൗവന ജീവിത കാലത്തെയും. അവരൊത്ത് ജീവിയേണ്ട യൗവന ജീവിതം മരുഭൂമിയിൽ ഞാനും നഷ്ടമാക്കി. പരിഭവ ദുഃഖ പരിദേവനങ്ങളും പലതും പറഞ്ഞു കരഞ്ഞവളും. ഇതൊക്കെയും നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്, ആശ്വസിപ്പിച്ചു പറഞ്ഞു ഞാൻ. തിങ്കളാസേ ചാരുശീലേ നാഗവല്ലി മനോന്മണി രാമനാഥൻ തേടും പാലേ മാണിക്യവാസക മൊഴിക നൽകി ദേവി മാണിക്യവാസക മൊഴിക നൽകി ദേവി ഇളങ്കോവടികൾ ശിലമ്പു നൽകി തമിഴകമാകയും ശൃംഗാരനായി പഴമുതിർ കൊണ്ടലിൻ ചോടയായി തമിഴകമാകയും ശൃംഗാരനായി. മത്സരിക്കാൻ പാടിയുണ്ടെങ്കിൽ അവിടെ നിന്ന് കൈയടിക്കാൻ പാടിയുണ്ടാവില്ല എന്ന് വിചാരിക്കണോ? ഭാഗ്യം. ബലൂണ് പിടിച്ചു വെക്കരുത്, ബലൂണ് പിടിച്ചു വെക്കരുത്, ബലൂണ് പിടിച്ചു വെക്കരുത്. ബലൂണ് കയ്യിലിരിക്കരുത്. ബലൂണ് തട്ടണം, കയ്യിലൊട്ടിച്ച് പിടിക്കാനല്ല പറഞ്ഞ്. ഗോപിയേട്ടാ, ബലൂണ് കളറ് മാറിയിട്ട് ശ്രദ്ധിച്ചോ? അങ്ങനെ ആയുധം വെച്ചിട്ടുള്ള കളിയാണ്. അപ്പുറത്തുള്ള തള്ളയുടെ മുകളിൽ പോയില്ലേ?
അവിടെ അറിയട്ടെ. ഏകദേശം നിക്കട്ടെ. ഗോപിയേട്ട അളവൊക്കെ എടുത്തിട്ടുണ്ട്. പറ്റിച്ചു പോയി, സമ്മാനം പോയി. ഞാൻ പറഞ്ഞത് കേട്ടോ. ഉറപ്പായി. ബാബ എണീക്ക് മോളെണീക്ക് സ്റ്റേജിലേക്ക് എണീക്ക്. ഒറ്റപ്പൊളിയിൽ കൊച്ചിത്തേർന്ന് നമുക്ക് മലപ്പുറം റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര. ഓണത്തിന് പുതുപുത്തൻ കളക്ഷനുകളുമായി ലിയ സിൽക്സ് ചേലക്കര. കുട്ടികൾക്കും മുതിർന്നവർക്കും വെവ്വേറെ കൗണ്ടറുകൾ. 3 നിലകളിലായി മനം നിറയും വസ്ത്രലോകം ലിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ 1000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളും. ലിയ സിൽക്സ് SMT സ്കൂളിന് സമീപം, പാലസ് റോഡ്, ചേലക്കര. ഫോൺ 04884 251 888 9847607436.